മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ തന്നോടുകൂടെ സഞ്ചരിച്ച, തന്നോടുകൂടെ സമയം ചെലവിട്ട ശിഷ്യന്മാരോടും പുരുഷാരത്തോടും യേശു അനേക വാഗ്ദത്തങ്ങൾ കൈമാറിയതായിട്ട് കാണാനായിട്ട് കഴിയും. എന്താണ് വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ദൈവിക വാഗ്ദത്തം. ഞാൻ മത്തായിയുടെ സുവിശേഷം ഈ ദിവസങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ UK ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നു. തുടർമാനമായിട്ട് വചനം പങ്കുവെക്കേണ്ടതായിട്ടുണ്ടായി. അപ്പം അതിനുവേണ്ടി വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരു ക്ഷീണം എൻ്റെ മനസ്സിനെ നേരിട്ടു. കാരണം ശാരീരികമായിട്ട് ടൈം സോൺ ചേഞ്ച് ചെയ്തു. അപ്പം അതിന് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഈ വാക്യം എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മലയാളം പരിഭാഷയിൽ ആശ്വസിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് കം ടു മീ ഓൾ ഹു ആർ വെറി ആൻഡ് ബർഡൻ, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ആശ്വാസം മാത്രമല്ല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്, സ്വസ്ഥത തരുവാൻ ആഗ്രഹിക്കുന്നു. സ്വസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ജീവിതത്തിൻ്റെ തിരക്ക് കാരണം, വീട്ടിലെ കാരണം, ജോലിയിലെ തിരക്ക് കാരണം, അങ്ങനെ പല പല കാരണങ്ങളാലും നമ്മുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമല്ലേ? ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും നമ്മൾ ചിരിച്ച മുഖത്തോടെ പ്രസൻറ്റാണ്. പക്ഷെങ്കിൽ അകത്ത് ഭയങ്കര അസ്വസ്ഥതകളും ക്ഷീണവും ഭാരവും ഒക്കെ അനുഭവിക്കുന്ന അനേകരുണ്ട്. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ അസ്വസ്ഥത മാറി ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുവാൻ അവനൊരു ആഹ്വാനം തരികയാണ്. അപ്പം നമ്മൾ അസ്വസ്ഥ മാറണമെങ്കിൽ കുറച്ച് നേരം TV കണ്ടുകൊണ്ട് മാറത്തില്ല, സോഷ്യൽ മീഡിയ കണ്ടതുകൊണ്ട് മാറത്തില്ല. ചില ആൾക്കാർ ഒത്തിരി ഭക്ഷണം കഴിക്കും, അതുകൊണ്ടും കാര്യമില്ല. സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ വചനവുമായിട്ട് ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്പേസിലിരുന്നുകൊണ്ട് കുറച്ചധികം സമയം ധ്യാനിക്കുക, കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതും നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഭാരം കടന്നു വരുമ്പോൾ ചിലപ്പം പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, വചനം വായിക്കാൻ തോന്നത്തില്ല. എന്നിരുന്നാലും ഒരു പ്രയർ അറ്റ്മോസ്ഫിയറിൽ ഒരു പാട്ടൊക്കെ കേട്ട് ആശ്വസിപ്പിക്കുന്ന, നമ്മളെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുന്ന അത്തരത്തിലുള്ള പാട്ടുകൾ, സമർപ്പണത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മനസ്സിനകത്തുള്ള എല്ലാ ഭാരവും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ഇത് പറയുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ടൈം എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിനോട് കൂടെ ചില നിമിഷങ്ങൾ പങ്കിടുമ്പോൾ എല്ലാ ഭാരവും എടുത്തു മാറ്റും. യേശു അതാ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്ക വന്നാൽ ഈ ഭാരവും, ഈ അധ്വാനത്തിൻ്റെ ഭാരം, ജോലിയുടെ ഭാരം, അങ്ങനെ എന്തെല്ലാം ഭാരം നിങ്ങളുടെ മേലുണ്ടോ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാനും സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാനും ഇന്നു മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ എത്ര വില കൊടുത്താലും കിട്ടാത്ത ഒന്നാണ് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിക്കും. ഈ വചനങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു.